So welcome once again to Leap by IAS Factor. So we are moving on to the first question of today's episode. Ogu, consider the following statements regarding National Cooperative Policy of 2025. Cooperatives വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോർ ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. മനസ്സിലായോ? അപ്പം പ്രിലിംസിലും മെയിൻസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോപ്പറേറ്റീവ്സ്. സോ അതിനെക്കുറിച്ച് എന്ത് ന്യൂസ് വന്നാലും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് ഫ്രം പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കൊരു പുതിയ നാഷണൽ കോഓപ്പറേറ്റീവ് പോളിസി വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ടാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വൺ ഓഫ് ഇറ്റ്സ് കീ എയിംസ് ഈസ് ടു ഇൻക്രീസ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ദളിറ്റ്സ്, ട്രൈബൽസ് ആൻഡ് വിമൻ ഇൻ കോഓപ്പറേറ്റീവ്സ്. അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ദളിത്തിനെയും ട്രൈബൽസിനെയും വിമന്റെയും പാർട്ടിസിപ്പേഷൻ കോഓപ്പറേറ്റീവ്സിൽ കൂട്ടുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിലിംസിൽ തന്നു കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റാനുള്ള ഒരു ചാൻസ് ഇല്ല എന്ന് നമുക്കറിയാം. Okay, second statement, it proposes expanding the cooperative movement into space technology and defense manufacturing sectors to enhance strategic self-reliance. കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പേസിലേക്കും ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലേക്കും എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് കുറച്ച് സംശയദൃഷ്ടിയോടുകൂടി വേണം കാണാൻ. എന്താ കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കൂട്ടം ജനങ്ങൾ ഒത്തുകൂടി അവരവരുടെ കോമൺ ആയിട്ടുള്ള സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടി ഡെമോക്രാറ്റിക്കലി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ കോഓപ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. സഹകരണ പ്രസ്ഥാനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, സഹകരണം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള രണ്ട് സെക്ടറുകളും ഒരു നോർമൽ വ്യക്തിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. എസ്പെഷ്യലി സ്പേസ് ടെക്നോളജിയും ഡിഫൻസ് മാനുഫാക്ചറിങ്ങും അല്ലേ, വെറും പ്യുവർ ലോജിക്കാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു കൂട്ടം ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് തീർച്ചയാണ്. സോ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, 2 എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട് കേട്ടോ. 2 എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 1 and 3 ഉള്ളി. 3 എന്താണ് പറയുന്നത്? It aims to triple the cooperative sector share in India's GDP by the year 2034. 2034 കൂടി ഇന്ത്യയുടെ GDP-യിലെ കോഓപ്പറേറ്റീവ്സിന്റെ ഷെയർ എത്ര ആകണം? ട്രിപ്പിൾ ആക്കണം, 3 ഇരട്ടിയാക്കണം. സ്വാഭാവികമായിട്ടും അതായിക്കൂടെ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാലും സെക്കൻഡ് ആവത്തില്ല എന്നുള്ളത് നമ്മുടെ ലോജിക്കിൽ കൂടെ നമ്മൾ തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1 and 3 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. നോക്കൂ, പുതിയതായിട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ടാക്സി സർവീസ്, ഇൻഷുറൻസ്, ടൂറിസം, ഗ്രീൻ എനർജി, ഇങ്ങനത്തെ സെക്ടേഴ്സിലാണ് പുതിയതായിട്ട് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻവോൾവ് ചെയ്യേണ്ടത് എന്നാണ് കോഓപ്പറേറ്റീവ് പോളിസി പറയുന്നത്. അല്ലാതെ സ്പേസ് ടെക്നോളജിയിലോ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലോ ഒന്നുമല്ല കേട്ടോ. അപ്പം നമ്മുടെ എന്താണ്, നമ്മുടെ ഒരു ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കത് പറയാം. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ചില ഫാക്ട്സും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ കോഓപ്പറേറ്റീവ്സ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ കോഓപ്പറേറ്റീവ്സ്, സഹകരണ പ്രസ്ഥാനങ്ങളുള്ളത് ഇന്ത്യയിലാണ്. അതിനകത്ത് തന്നെ 6 ലക്ഷത്തോളം എന്താണ് നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സും 2 ലക്ഷത്തോളം ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സും ആണ്. ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, 2 ലക്ഷത്തോളം ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് ആണ്, 6 ലക്ഷത്തോളം വരുന്നത് നോൺ ക്രെഡിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരാം, ഇന്ത്യയിൽ നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിന്റെ എണ്ണമാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. മനസ്സിലായി? ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് അതായത് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന, സഹായം എന്ന് പറയുമ്പോൾ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെയാണ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെക്കാളും എണ്ണത്തിൽ കൂടുതലുള്ളത് നോൺ ക്രെഡിറ്റ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ്സ് ആണ്. ആൻഡ് നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൗസിംഗ്, ഡയറി, ലേബർ അങ്ങനത്തെ സെക്ടറുകളിലാണ്. മനസ്സിലായില്ലേ? ഹൗസിംഗ്, ലേബർ. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മുടെ ഇവിടെ ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ പബ്ലിക് പ്രൊജക്റ്റുകളിലും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കണ്ടോ, അതൊരു സൊസൈറ്റിയാണ്. മനസ്സിലായില്ലേ? അത്രയും വലിയൊരു സൊസൈറ്റിയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ പബ്ലിക് പ്രൊജക്റ്റുകൾ, ഇപ്പോൾ റോഡ് പണി ആയിക്കോട്ടെ, പാലം പണി ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന അവർ അത്രയും വലിയൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ലെവൽ മനസ്സിലാക്കണം. അതായത് കേരളത്തിലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ കോഓപ്പറേറ്റീവ്സിന്റെ ശക്തി അതാണ്.
ഇന്ത്യയിലെ ബാക്കി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരികയാണെങ്കിൽ എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നതിൽ സംശയമില്ല. പിന്നെ നമ്മുടെ നാഷണൽ കോഓപ്പറേറ്റീവ് പോളിസി പ്രകാരം ഓരോ താലൂക്കിലും 5 മോഡൽ കോഓപ്പറേറ്റീവ് വില്ലേജസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനുമുണ്ട്. മനസ്സിലായോ? എല്ലാ താലൂക്കിലും 5 മോഡൽ കോഓപ്പറേറ്റീവ്സ് വില്ലേജസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഓരോ താലൂക്കിലുമാണ്, അത് ആലോചിക്കണം. ഓരോ താലൂക്കിലും അങ്ങനെ 5 വില്ലേജുകളെ ഡെവലപ്പ് ചെയ്യുകയാണ്. കോഓപ്പറേറ്റീവ് സെക്ടറിന്റെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഓരോ സെക്ടറുകളിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യാനും നമ്മളുടെ എന്തില് കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് പോളിസിയിൽ പ്ലാൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് തീർച്ചയായിട്ടും ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോർ ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഒന്ന് വായിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ ജോഗ്രഫിയിൽ നിന്നാണ്, ഇതും ന്യൂസിലുണ്ടായിരുന്നതാണ്. ഇൻ ദി ട്രോപ്പിക്കൽ ഓഷ്യൻസ് ബോയൻസി ഫ്ലക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സർഫസ് ഓഷ്യൻ ഡൈനാമിക്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദിസ് റിലേഷൻഷിപ്പ്? അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ബോയൻസി ഫ്ലക്സ് എന്ന് പറയുന്നതിനെ ഏറ്റവും മികച്ചതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ചോദ്യം. ബേസിക്കലി ബോയൻസി ഫ്ലക്സ് എന്താണ് എന്നറിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുതുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ പൊളിറ്റി, എക്കണോമി, എൻവയൺമെന്റ് പോലെ തന്നെ പ്രിലിംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ജോഗ്രഫിയുടെ ബേസിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NCERT തന്നെ. NCERT പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസിൽ ചോദിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. പക്ഷേ ഇതേമാതിരി ന്യൂസിൽ നിന്ന് വരുന്ന സാധനങ്ങളെ റെഫർ ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ശീലവും UPSCക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഈ വാട്ടർ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെന്നാണേലും ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നോക്കൂ, എന്താണ് ബോയൻസി ഫ്ലക്സ് എന്ന് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യമേ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. സോ ബോയൻസി ഫ്ലക്സ് is a measure of rate at which buoyancy is introduced or removed from fluid. അടിപൊളി. അപ്പോഴും എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ബോയൻസി എന്താണെന്ന് നമുക്കറിയണ്ടേ? സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്വാണ്ടിഫൈ ദി വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് പാർസൽസ് ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ്. അതായത് ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കാരണം ഫ്ലൂയിഡ് മൂവ്മെന്റ് വെർട്ടിക്കലി നടക്കും. അതായത് ഇപ്പം സപ്പോസ് ഡെൻസറായിട്ടുള്ള ഫ്ലൂയിഡ് മുകളിലുണ്ടെന്ന് കരുതുക. ഡെൻസറായിട്ടുള്ള ഫ്ലൂയിഡ് മുകളിലും ഡെൻസിറ്റി കുറഞ്ഞത് താഴെയുമാണെന്ന് കരുതുക. സോ സ്വാഭാവികമായിട്ട് എന്താ, ഡെൻസറായിട്ടുള്ളത് താഴേക്ക് മൂവ് ചെയ്യും, ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലേക്ക് മൂവ് ചെയ്യും, അല്ലേ? അങ്ങനെ ഉള്ള ആ വെർട്ടിക്കൽ മൂവ്മെന്റിന് ഡെൻസിറ്റി ഡിഫറൻസ് കാരണം ഫ്ലൂയിഡിൽ, വാട്ടറിൽ ഉണ്ടാകുന്ന ആ വെർട്ടിക്കൽ മൂവ്മെന്റിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ അതിനെ കാണിക്കാനായിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലായില്ലേ, ക്വാണ്ടിഫൈ ചെയ്യുന്ന ആ മെഷറിനെയാണ് എന്ത് വിളിക്കുന്നത്, നമുക്ക് ബോയൻസി ഫ്ലക്സ് എന്ന് വിളിക്കാൻ ഒക്കുക. അതായത് ഡെൻസിറ്റി ഡിഫറൻസ് കാരണം വെള്ളത്തിലുണ്ടാകുന്ന വെർട്ടിക്കൽ മൂവ്മെന്റിനെയാണ് അല്ലെങ്കിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് ബോയൻസി ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകാം. ഹൈ സർഫസ് സലൈനിറ്റി ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ഓൾവേസ് റെഡ്യൂസസ് ബോയൻസി ഫ്ലക്സ് ബൈ ഇൻക്രീസിങ് വാട്ടർ ഡെൻസിറ്റി യൂണിഫോംലി. അതായത് വെള്ളത്തിന്റെ ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ആണ് പറയുന്നത്, ട്രോപ്പിക്കൽ ഏരിയാസിലുള്ള ആ വാട്ടറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഹയർ സർഫസ് സലൈനിറ്റി ഉണ്ടാകുമ്പോൾ ഇറ്റ് ഓൾവേസ് റെഡ്യൂസസ് ബോയൻസി ഫ്ലക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സലൈനിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും വാട്ടറിന്? സലൈനിറ്റി കൂടുമ്പോൾ വാട്ടറിന് എന്താ സ്വാഭാവികമായിട്ടും പറ്റുക? സലൈനിറ്റി, ഉപ്പിന്റെ അളവ് കൂടുമ്പോൾ വെള്ളം ഡെൻസർ ആവും, അല്ലേ? അതുകൊണ്ടാണല്ലോ ഡെഡ് സീയിലൊക്കെ ആളുകൾ പോയി കിടക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. നമ്മളുടെ ബോഡിയുടെ ഡെൻസിറ്റിയേക്കാളും കൂടുതലാണ് ആ ഉപ്പ് കൂടുതലുള്ള വെള്ളത്തിന്റെ ഡെൻസിറ്റി. അപ്പം വെള്ളം അടിയിൽ കിടക്കും, നമ്മൾ പൊങ്ങി കിടക്കും, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ സലൈനിറ്റി, സർഫസിലെ സലൈനിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർഫസിലെ വെള്ളം ഡെൻസറായി. സോ സർഫസിലെ വെള്ളം ഡെൻസർ ആകുമ്പോൾ എന്താ പറ്റുക? ആ വെള്ളം താഴേക്ക് പോകും, താഴേ നിന്നുള്ള വെള്ളം മുകളിലേക്ക് വരും. അപ്പം ബോയൻസി ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ ഇത് തെറ്റല്ലേ? അവിടെ ബോയൻസി ഫ്ലക്സ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്, പോസിറ്റീവായിട്ടല്ലേ വരുന്നത്. അതെ. ഇനി നോക്കൂ, സ്ട്രോങ് സോളാർ ഹീറ്റിംഗ് ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ഇൻക്രീസസ് പോസിറ്റീവ് ബോയൻസി ഫ്ലക്സ് എൻഹാൻസിങ് വെർട്ടിക്കൽ മിക്സിംഗ് ഇൻ അപ്പർ ലെയേഴ്സ്. പറയുന്നു ട്രോപ്പിക്കൽ വാട്ടേഴ്സിലെ സ്ട്രോങ് ആയിട്ടുള്ള സോളാർ ഹീറ്റിംഗ് കാരണം ഒരു പോസിറ്റീവ് ബോയൻസി ഫ്ലക്സ് ഉണ്ടാകുന്നു. അപ്പൊ നോക്കൂ,
സ്ട്രോങ് ആയിട്ടുള്ള സോളാർ ഹീറ്റിംഗ് ട്രോപ്പിക്കൽ വാട്ടേഴ്സിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വാട്ടർ സർഫസിലുള്ള വാട്ടർ ചൂടാകുന്നു അല്ലേ? സർഫസിലുള്ള വാട്ടർ ചൂടാകുന്നു. സർഫസിലുള്ള വാട്ടർ ചൂടാകുമ്പോൾ ചൂടാകുന്ന വെള്ളത്തിന് എന്ത് പറ്റും? ഡെൻസിറ്റി കുറയും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? അത് മുകളിലായിട്ട് വരും. അപ്പുറത്ത് കിടക്കുന്ന, അതായത് സോളാർ ഹീറ്റ് അഫക്റ്റ് ചെയ്യാത്ത വെള്ളം താഴേക്ക് പോകും. സ്വാഭാവികമായിട്ട് എന്ത് വരും? ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. സോ വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പോസിറ്റീവ് ബോയൻസി ഫ്ലക്സ് ഉണ്ടായി എന്ന് നമുക്ക് പറയാനൊക്കും. ക്ലിയർ ആയോ? ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ബോയൻസി ഫ്ലക്സ് ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ഈസ് അൺഅഫക്റ്റഡ് ബൈ റെയിൻഫോൾ. അതായത് ട്രോപ്പിക്കൽ വാട്ടറിലുള്ള ബോയൻസി ഫ്ലക്സ് മഴ യാതൊരുവിധ തരത്തിലും സ്വാധീനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആസ് ഫ്രഷ് വാട്ടർ ഈസ് ലെസ് ഡെൻസ് ദാൻ സീ വാട്ടർ. ആലോചിച്ച് നോക്കൂ, മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ എന്താണ്? ഫ്രഷ് വാട്ടർ ആണ് വരുന്നത്. കടലിൽ ഓൾറെഡി ഉള്ളത് ഡെൻസ് ആയിട്ടുള്ള സീ വാട്ടർ, ഉപ്പുരസം കലർന്ന വെള്ളമാണ് അല്ലേ? അപ്പം എന്ത് പറ്റുന്നു? ആലോചിച്ച് നോക്കിയേ ഒന്ന്. മഴവെള്ളം വരുന്നു. മഴവെള്ളത്തിന് ഓൾറെഡി ഉള്ള ഉപ്പുവെള്ളത്തിനേക്കാളും എന്താണ്? ഡെൻസിറ്റി കുറവാണ് അല്ലേ? സോ അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ ഡെൻസിറ്റി കൂടിയ വെള്ളം താഴേക്ക് പോകുകയും ഡെൻസിറ്റി കുറഞ്ഞ റെയിൻ വാട്ടർ മുകളിൽ കിടക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്തുണ്ടാകുന്നു? വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുന്നു. അത് കാരണം ഒരു പോസിറ്റീവ് ഫ്ലക്സ് ഉണ്ടായി എന്ന് നമുക്ക് പറയാനൊക്കും. അപ്പം അതും തെറ്റാണ്. അതായത് ഓപ്ഷൻ സിയും നമുക്ക് തെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഫ്രഷ് വാട്ടർ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ്? ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ എന്തായാലും വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അത് കാരണം പോസിറ്റീവായിട്ട് ഒരു ബോയൻസി ഫ്ലക്സ് ഉണ്ടാകും. സോ ബോയൻസി ഫ്ലക്സ് അൺഅഫക്റ്റഡ് ആണ് എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള തെറ്റാണ്. ഓപ്ഷൻ ഡിയിലേക്ക് ഒരു ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ബോയൻസി ഫ്ലക്സ് ഒക്കേഴ്സ് ഓൺലി ഡ്യൂറിംഗ് ഡേ ടൈം ആൻഡ് സോളാർ റേഡിയേഷൻ ഈസ് പ്രസന്റ്. സോളാർ റേഡിയേഷൻ ഉണ്ടാകുമ്പോൾ വെള്ളം ചൂടാകുന്നുണ്ട്, അത് സത്യം. അതേപോലൊക്കെ രാത്രിയിലും എന്ത് പറ്റും? രാത്രിയിൽ ഈ വെള്ളം തണുക്കുന്നില്ലേ? തിരിച്ചുള്ള പ്രക്രിയ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ തിരിച്ചുള്ള പ്രക്രിയ നടക്കുമ്പോൾ എന്ത് പറ്റും? പ്രോസസ്സ് തിരിഞ്ഞു വരും. പകല് വെള്ളം ചൂടാവുന്നുണ്ടെങ്കിൽ രാത്രി വെള്ളം തണുക്കുന്നുണ്ട്. അപ്പം പ്രോസസ്സ് വീണ്ടും തിരിഞ്ഞു വരും. സോ അവിടെയും ബോയൻസി ഫ്ലക്സ് ഉണ്ട്. ബോയൻസി ഫ്ലക്സ് പകല് മാത്രമല്ല, രാത്രിയിൽ കൂടി ഉണ്ട്. അതുകൊണ്ട് ഇതും നമുക്ക് തെറ്റാണ് എന്ന് പറയാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിത്ത് റെഫറൻസ് ടു ട്രേസേഴ്സ് മിഷൻ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ട്രേസേഴ്സ് മിഷൻ, സ്പേസ് മിഷനുകളെ കുറിച്ച് ന്യൂസിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Tracers consist of twin satellites launched to study how solar wind directly enters Earth's atmosphere through the polar cusp region. അപ്പോൾ ട്വിൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്, തീർച്ചയായിട്ടുമാണ് എർത്തിലേക്ക് കടക്കുന്ന സോളാർ വിൻഡിനെ കുറിച്ച് പഠിക്കാനാണ് ട്രേസേഴ്സ് മിഷൻ വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് ട്രൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഗസ്സിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. നമുക്ക് ഫാക്ട് അറിഞ്ഞിരിക്കണം. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. The satellites will be placed in a geostationary orbit to continuously monitor the same location on Earth's magnetic field. അതായത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ വെച്ചിട്ടാണ് ഈ സാറ്റലൈറ്റ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ട്രേസേഴ്സ് മിഷനെ കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രം ഗസ്സെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. സോ ട്രേസേഴ്സ് മിഷൻ എന്താ ചെയ്യുന്നത്? സോളാർ വിൻഡ് എർത്തിലേക്ക് കടക്കുന്നതിനെ സ്റ്റഡി ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലല്ല, സൺ സിങ്ക്രണസ് ആയിട്ടുള്ള ഓർബിറ്റിലാണുള്ളത്. മനസ്സിലായോ? സൺ സിങ്ക്രണസ്, അതായത് എർത്തിന്റെ ഇപ്പം ഇങ്ങനെയാണ്. അതായത് എർത്തിന്റെ ഓർബിറ്റിൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, ഈ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ, അതായത് പോൾസിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായി? പോൾസിന്റെ മുകളിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ പോൾസിന്റെ മുകളിൽ കൂടെ, അതായത് നോർത്ത് പോളിന്റെ മുകളിൽ കൂടെ വന്ന് ഇങ്ങനെ ഭൂമിയെ ചുറ്റി സൗത്ത് പോളിൽ കൂടെ വന്ന് വീണ്ടും നോർത്ത് പോൾ, അങ്ങനെ പോൾസിന്റെ മുകളിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഓർബിറ്റിനെയാണ് നമ്മൾ സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഓർബിറ്റുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സൺ സിങ്ക്രണസ് ഓർബിറ്റിലാണ് എന്ത്? ട്രേസേഴ്സ് മിഷന്റെ ട്വിൻ സാറ്റലൈറ്റ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ സൺ സിങ്ക്രണസ് ഓർബിറ്റിൽ എന്തിനു പ്ലേസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ ലൊക്കേഷൻ, അതായത് എർത്തിന്റെ ഒരേ ലൊക്കേഷനിൽ ആ ഒരേ സമയത്തിൽ കൂടെ എന്നും ഈ സാറ്റലൈറ്റ്സ് പാസ് ചെയ്യും.
അതാണ് സൺ സിങ്ക്രണസ് ഓർബിറ്റിന്റെ ഗുണം. അതായത് നമ്മളിപ്പം തിരുവനന്തപുരം, ഓക്കെ, എന്നും കൃത്യമായിട്ട് സൺ സിങ്ക്രണസ് ഓർബിറ്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ആ സാറ്റലൈറ്റ് എന്നും തിരുവനന്തപുരത്തൂടെ വൈകുന്നേരം 6:30 പാസ് ചെയ്യുക. മനസ്സിലായി? അതായത് നമ്മുടെ ലോക്കൽ ടൈമിൽ എന്നും ഒരു കൃത്യസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അതുവഴി പാസ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഓർബിറ്റാണ് സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രേസേഴ്സ് മിഷൻ അങ്ങനത്തെ ഓർബിറ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ നോക്കൂ, വൺ ഓഫ് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. One of the aims of the mission is to provide satellite internet connectivity to undeserved areas. അത് തന്നെ ലോജിക്കലി തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അന്ന് ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ തേർഡ് വൺ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ 1ഉം 2ഉം നമുക്ക് ആൻസർ അറിഞ്ഞേ പറ്റത്തുള്ളൂ. സോ റൈറ്റ് ആൻസർ ഈസ് 1. ഇത് നാസയുടെ ഒരു മിഷനാണ്, ട്രേസേഴ്സ് മിഷൻ എന്ന് പറയുന്നത്. സോ ട്വിൻസ് സാറ്റലൈറ്റ് മിഷൻ സൺ സിങ്ക്രണസ് ഓർബിറ്റിൽ പ്ലേസ് ചെയ്തുകൊണ്ട് എർത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സോളാർ വിൻഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ് ഈ മിഷന്റെ ഉദ്ദേശം. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, മിഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും സൺ സിങ്ക്രണസ് ഓർബിറ്റിലാണെന്നുമുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. റൈറ്റ് നൗ ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ടറൽ റോൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വോട്ടർ പട്ടിക. വിത്ത് റെഫറൻസ് ടു ദി ഇലക്ടറൽ റോൾസ് ഓഫ് ദി ലോക്സഭ ഇലക്ഷൻ ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വോട്ടർ പട്ടികയെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ദി ഇലക്ടറൽ റോൾ ഓഫ് എ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഈസ് പ്രിപ്പയർഡ് ബൈ അഗ്രിഗേറ്റിംഗ് ദി ഇലക്ടറൽ റോൾസ് ഓഫ് ഇറ്റ്സ് അസംബ്ലി സെഗ്മെന്റ്സ്. അതായത് ഒരു പാർലമെന്ററി മണ്ഡലത്തിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആ പാർലമെന്ററി മണ്ഡലത്തിന് കീഴിൽ വരുന്ന സംസ്ഥാന നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ കേരളത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്താണ് 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അല്ലേ? സംസ്ഥാന നിയമസഭയിലേക്കാണെങ്കിൽ 140 MLA നമുക്കുണ്ട്. അതായത് 140 മണ്ഡലങ്ങളുണ്ട്. സോ അതായത് ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കീഴിൽ നമുക്ക് എന്താണ് 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. കേരളത്തിലെ നമ്പറാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂ, അതായത് തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുകയാണെങ്കിൽ അതിന് കീഴിൽ 7 എന്തുണ്ട് നിയോജക മണ്ഡലങ്ങൾ, അതായത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇലക്ടറൽ റോള്, ഇപ്പോൾ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഇലക്ടറൽ റോൾ അല്ലെങ്കിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക ആ 7 മണ്ഡലങ്ങളിലെയും 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക ചേർത്തിട്ടാണ്. കാരണം എന്താണ്, ഇവിടെ ആരാണ് ഇലക്ഷൻ നടത്തുന്നത്? 2 ഇലക്ഷൻസും നടത്തുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ? അതായത് ലോക്സഭയിലേക്കുള്ളതാണെങ്കിലും സംസ്ഥാന നിയമസഭയിലേക്കുള്ളതാണെങ്കിലും നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ദിസ് വൺ ഈസ് ട്രൂ. The second statement നോക്കൂ, a citizen can be enrolled in the electoral roll of a constituency only if they are ordinarily resident in that constituency on a qualifying date. അതായത് ആ വ്യക്തി അവിടെ ഒരു ഓർഡിനറിലി റെസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ പേര് ആ പട്ടികയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് ചിലപ്പോൾ ആദ്യം വോട്ടർ പട്ടിക ഉണ്ടാകുക തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. ഞാനിപ്പോൾ കുറേ നാളായിട്ട് താമസിക്കുന്നത് എറണാകുളത്താണ് എന്ന് കരുതുക. അപ്പം ഞാനിപ്പോൾ ഒരു ഓർഡിനറിലി റെസിഡന്റ് ഓഫ് എറണാകുളമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് എറണാകുളത്തെ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യാനൊക്കും. സ്വാഭാവികമാണ്. ഞാൻ അവിടുത്തെ ഓർഡിനറിലി റെസിഡന്റ് എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പെർമനന്റ് അഡ്രസ്സ് എവിടാന്നല്ല ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എവിടെ താമസിക്കുന്നു, അപ്പോൾ ഞാൻ അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെടാൻ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ. And third one, the electoral roll for a parliamentary constituency is separately prepared for Lok Sabha elections and is not linked to the rolls used for state assembly election. So 1 ശരിയായ സ്ഥിതിക്ക് 3 എന്തായാലും റോങ് ആയിരിക്കുമല്ലോ. ഇവിടെ നമ്മൾ അറിയേണ്ടത് ലോക്സഭയിലേക്കായാലും സ്റ്റേറ്റിലേക്കായാലും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? നമ്മളെ ലോക്കൽ ബോഡീസിലേക്ക് നടത്തുന്ന ഇലക്ഷൻ മാത്രമാണ് ആര് നടത്തുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതായത് നമ്മളുടെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലും നടത്തുന്ന ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അതിൻ്റെ വോട്ടർ പട്ടിക സെപ്പറേറ്റ് ആണ്. പക്ഷേ ലോക്സഭാ ഇലക്ഷനും സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനും നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ വോട്ടർ ലിസ്റ്റ് ഒന്നാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഈ 2 കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ
ഓരോ സംസ്ഥാനത്തും വർക്ക് ചെയ്യുന്നത് അതാത് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇപ്പോൾ ഫോർ കേരള നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാ താലൂക്കുകളിലും ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ടാവും. ഇലക്ഷൻ്റെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഉണ്ടാവും. മനസ്സിലായില്ലേ? അദ്ദേഹമായിരിക്കും ഈ പ്രോസസ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം ആ ഡെപ്യൂട്ടി തഹസിൽദാർ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡെപ്യൂട്ടി തഹസിൽദാരും അതിനുവേണ്ട ക്ലർക്കുമാരും ഉണ്ടാവും. അവരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഇലക്ട്രൽ റോളുകൾ ഉണ്ടാക്കുന്നത്, വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത്. എന്നാൽ ലോക്കൽ ബോഡീസിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകളായിരിക്കും ഇതുണ്ടാക്കുക. അതായത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ മുനിസിപ്പൽ കോർപ്പറേഷനോ അവിടെ നിന്നായിരിക്കും ഇലക്ട്രൽ റോൾ ഉണ്ടാക്കുക. ഈ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്. ആൻഡ് ഒരു ഹിസ്റ്ററി സാധനം കൂടെ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രൽ റോൾസ് കൺസിസ്റ്റിംഗ് ഓഫ് നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ലോക്കൽ പീപ്പിൾ വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം അണ്ടർ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. നമ്മൾ മോർലി മിൻഡോർ റിഫോംസ് എന്നൊക്കെ പറയത്തില്ലേ? മോർലി മിൻഡോർ റിഫോംസ് പറയുന്ന ആ റിഫോംസിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഇലക്ട്രൽ റോളിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ആളുകളുടെ പേരും നമ്മുടെ ലോക്കൽസ് ഇന്ത്യൻസിന്റെ പേരും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഒരു ഇലക്ട്രൽ റോൾ പ്രിപ്പയർ ചെയ്ത് ഇലക്ഷൻ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊന്ന് ഓർത്തു വെക്കുക, കാരണം ഹിസ്റ്ററി ആണ്. Then Article 325 of Indian Constitution പറയുന്നുണ്ട്, there shall be one general electoral roll for every territorial constituency. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികൾക്കും വേണ്ടി ഒരു ജനറൽ ഇലക്ടറൽ റോൾ ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഒന്ന് രണ്ട് ഫോമുകളുടെ പേരും നമ്പരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക, വളരെ നല്ലതാണ്. അതായത് ഒരാൾക്ക് പുതിയതായിട്ട് അയാളുടെ പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രൽ റോളിലേക്ക് പുതിയ പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ യൂസ് ചെയ്യേണ്ടത് ഫോം 6 എന്ന് പറയുന്ന ഫോമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണെങ്കിൽ എനിക്ക് എറണാകുളത്തേക്ക് എൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫോം 6 ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി NRIസിനാണെങ്കിൽ ഫോം 6A ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇൻക്ലൂഷനെയോ അല്ലെങ്കിൽ ഡിലീഷനെയോ ഒക്കെ നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം 7 പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യണം. കറക്ഷന് വേണ്ടിയിട്ട് ഫോം 8. ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഫോം 6 ആണ്. അതായത് നമ്മളുടെ പേര് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫോം 6 ആണ് യൂസ് ചെയ്യുന്നത്. ഫോം 6 ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു കാളീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്. ഒരുപാട് വർഷങ്ങളായിട്ട് ന്യൂസിലുള്ള ഒരു ടോപ്പിക്കാണ് കാളീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇന്റർ സ്റ്റേറ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ജോയിൻലി ഇംപ്ലിമെന്റഡ് ബൈ തെലങ്കാന ആൻഡ് മഹാരാഷ്ട്ര. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് എലിമിനേറ്റ് അങ്ങ് ചെയ്യാം, കാരണം ഇത് തെലങ്കാനയുടെ മാത്രം ഒരു പ്രൊജക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ് എന്ന് ഈസി ആയിട്ട് സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവർക്ക് അറിയാം. And it was originally called Pranahida Chevella project. That is also true. And third statement നോക്കൂ, it is a multi-purpose irrigation project on Krishna River. ഞാൻ പറഞ്ഞു, ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരു എലിമിനേഷൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അവിടെ എന്താ ലക്ഷ്യം? ആ കൃഷ്ണ എന്ന് പറയുന്ന റിവറിനെ കുറിച്ച് മാത്രം പറയാനായിട്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഒന്ന് ഓർക്കണം, അതിന് കൃഷ്ണ എന്നുള്ള ആ ഒരു റിവറിനെ കുറിച്ച് മാത്രം പറയാനായിട്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇടണം എന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ മൈൻഡ് വെച്ച് നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇടണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ട്രൂ ആക്കി നിങ്ങൾ ഇടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്, അല്ലേ? കാരണം ക്വസ്റ്റ്യൻസിൽ വെറൈറ്റി വരുത്തണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മേക്കറുടെ ആവശ്യമാണ്. നിങ്ങളാണ് എപ്പോഴും നിങ്ങൾ പ്രിലിംസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് ക്വസ്റ്റ്യൻ മേക്കർ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ക്വസ്റ്റ്യൻ മേക്കർ എപ്പോഴും UPSCയുടെ പാറ്റേൺ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തോന്നുന്ന പോലെ ക്വസ്റ്റ്യൻ ഇടും. UPSCയുടെ പാറ്റേൺ മനസ്സിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആ കൃഷ്ണ റിവർ എന്നുള്ള പേര് മാത്രം കാണിക്കാനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരണം എന്നുണ്ടെങ്കിൽ അത് തെറ്റിക്കാനുള്ള ചാൻസ് അല്ലേ വളരെ കൂടുതൽ? സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. കാരണം എന്താണ്? ഇത് ഗോദാവരി റിവറിലുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഓൾസോ റോങ്. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ ഈസ് 2 only. അപ്പം കാളീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഗോദാവരി റിവറിൽ തെലങ്കാനയുടെ സ്വന്തം പ്രൊജക്റ്റ് ആണ്. ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഇടുന്നത് നിങ്ങൾക്ക് കണ്ടന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു സ്റ്റൈല്, UPSCയുടെ സ്റ്റൈൽ, ക്വസ്റ്റ്യൻ മേക്കിങ്ങിന്റെ സ്റ്റൈലും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും
ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതുകൂടാണ് നോക്കേണ്ടത്. അതിനാണ് PYQ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ആ സ്റ്റൈൽ അവരെങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കുന്നത്, അതിന് കോമണാലിറ്റി ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. എക്കണോമിയിൽ ഒരു പൊതു സ്വഭാവം അത് കാണിക്കും, ജോഗ്രഫിയിൽ ഒരു പൊതു സ്വഭാവം കാണിക്കും, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു പൊതു സ്വഭാവം കാണിക്കും. ആ പൊതു സ്വഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ കണ്ടന്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ടൈപ്പിൽ കൂടെ സ്റ്റേറ്റ്മെന്റ്സ് ഫെമിലിയർ ആക്കി തരികയാണ് ചെയ്യുന്നത്.